4 വർഷം മുൻപാണ് സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് മരടിൽ 4 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കിയത്. നിയമലംഘനങ്ങൾ ഇല്ലാതെ വീണ്ടും നിർമ്മാണം നടത്താൻ അനുമതി നൽകണമെന്ന് ഫ്ളാറ്റ് പൊളിച്ചപ്പോൾ മുതൽ ആവശ്യമുയർന്നിരുന്നു. 2019 തീരദേശ പരിപാലന നിയമപ്രകാരം മരട് നഗരസഭ 2ാം സോണിലാണ്. ഇക്കാര്യം വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ കത്ത് നൽകിയിരുന്നു. നിയന്ത്രണങ്ങളോടെ ഇവിടെ നിർമ്മാണം അനുവദിക്കാമെന്നാണ് മരട് നഗരസഭയുടെ നിലപാട്. ഫ്ളാറ്റുകൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും രേഖകളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് അഭിഭാഷകനായ ഗൗരവ് അഗർവാളിനെ സുപ്രീംകോടതി അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചത്. രേഖകൾ പരിശോധിച്ച അദ്ദേഹം ഫ്ളാറ്റുകൾ നിന്നിരുന്ന സ്ഥലവും സന്ദർശിച്ചു. അതേസമയം ഇവിടെ നിർമ്മാണത്തിന് അനുമതി നൽകണമെന്നാണ് നഗരസഭയുടെ ഉറച്ച നിലപാടെന്ന് നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ സർക്കാർ ചെലവിൽ ഈ പറയുന്ന കെട്ടിടങ്ങൾ പണിത് നഗരസഭയ്ക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മോശപ്പേര്, കാരണം ഇത് കഴിഞ്ഞിട്ട് പുതിയ ഒരു സംരംഭകർ ഇതിലോട്ട് മരടിലേക്ക് വരുന്നില്ല. അതിൽ അന്നുണ്ടായിരുന്നുള്ള കുറ്റക്കാരായിട്ടുള്ള നഗരസഭയുടെ അന്നത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവരെല്ലാം ഇന്ന് വെറുതെ നടക്കുകയാണ്. ചില ആളുകൾ മാത്രം ഇന്ന് കുറ്റക്കാരായി, അവർ മാത്രം ജയിലടക്കപ്പെട്ട സംഭവമാണ്. ഇത് സർക്കാർ ശക്തമായി ഇതിനെക്കുറിച്ച് ആ അന്വേഷണം എവിടെയാണ് നിർത്തിയത് അത് തുടരണമെന്ന് ഞങ്ങൾ പറയുന്നത്. 343 ഉടമകളാണ് 4 ഫ്ളാറ്റ് സമുച്ചയങ്ങളായി ഉണ്ടായിരുന്നത്. അമിക്കസ് ക്യൂറി പ്രദേശം സന്ദർശിച്ചപ്പോൾ ഫ്ളാറ്റ് ഉടമകളും എത്തിയിരുന്നു. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എത്തി. 2019 തീരദേശ പരിപാലന നിയമത്തിലെ ചട്ടം അനുസരിച്ച് സോൺ 2-ൽ വരുന്ന പ്രദേശങ്ങളിൽ നിർമ്മാണം സാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വീണ്ടും കെട്ടിടങ്ങൾ ഉയർന്നേക്കാം എന്നാണ് കരുതുന്നത്. അമിക്കസ് ക്യൂറി സുപ്രീംകോടതിയിൽ നൽകുന്ന റിപ്പോർട്ട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. ബിനു തോമസിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.